ഒരു സൺഡേ മോർണിംഗ് വ്ളോഗ് ആയാലോ? അപ്പോൾ ഇതാ ടൈം വന്നിട്ട് 8 മണിയാവാനായിട്ടുണ്ട്. കുട്ടി നേരെ റൂമിൽ നിന്ന് എഴുന്നേറ്റിട്ട് സോഫയിൽ വന്ന് കിടന്ന് വീണ്ടും ഉറങ്ങുകയാണ്. ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവൾ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങും. പിന്നെ ക്ലാസ്സുള്ള ദിവസം നമ്മളെന്തായാലും നേരത്തെ വിളിക്കുമല്ലോ. ഈ ചെടികളൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഓണത്തിന് മുമ്പ് വെച്ചതാട്ടോ. പക്ഷെ നന്നായിട്ട് പൂക്കളുണ്ടായി വന്നപ്പോഴത്തേക്കിന് ഓണമൊക്കെ കഴിഞ്ഞു. എന്നാലും കുറച്ച് പൂക്കളൊക്കെ അത്തത്തിനിടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ കുട്ടീനെ ഉണർത്തി, കാരണം 8 മണി കഴിഞ്ഞല്ലോ, ഉണർത്തി നേരെ പല്ലൊക്കെ തേപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. അവളെല്ലാ കറിയും അങ്ങനെ കൂട്ടില്ല, എരിവുള്ളത് പൊതുവേ കൂട്ടില്ല. എന്നാലും ചില കറിനോടൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലത് ഉണ്ടാവുകയില്ല. അപ്പോൾ ചട്നിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കൂട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ചട്നി ആർന്നില്ല. അപ്പോൾ ഞാൻ അവൾക്ക് ചപ്പാത്തിക്ക് ചായ കൂട്ടിയിട്ടാട്ടോ കഴിക്കാൻ കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം വേഗം കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ലീവുള്ള ദിവസം ഞാൻ കഴിക്കാൻ കൊടുത്തതിന് ശേഷം കേട്ടോ കുളിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ ക്ലാസ് ഉണ്ടെങ്കിൽ വേഗം കുളിപ്പിച്ചിട്ട് കഴിക്കാൻ കൊടുക്കും, കാരണം പിന്നെ നേരെ അങ്ങോട്ട് പോവുമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമുള്ളൊരിതാണ് ഇങ്ങനെ വൈകിട്ടുള്ള കുളിപ്പിക്കൽ. പിന്നെ ഇതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇത് മറ്റേ സർക്കിള്, അതുപോലെ സ്ക്വയർ, ഇതൊക്കെ വരച്ച് പഠിക്കുകയാണ്. അപ്പോൾ അവൾ മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ജലദോഷം അതുപോലെ തന്നെ ചുമയുണ്ട്. ഇത് അവളുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് വന്ന് മാസ്ക് വെച്ച് തരാൻ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ബുക്ക് വായിക്കുന്ന ശീലമുള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ അവളും കാണുകയാണല്ലോ. അപ്പോൾ ഈ പുറത്ത്, അതായത് ഇതിൻ്റെ ബുക്കിൻ്റെ കവറും അത്യാവശ്യം നല്ല ഭംഗിയുള്ള പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളെടുക്കും. എടുത്തിട്ട് എന്ത് ചെയ്യും, വായിക്കാൻ അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിച്ചു കൂട്ടും എൻ്റെ കൂടെ ഇരുന്നിട്ട്. അപ്പോൾ അടിച്ചുവാരി തുടയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ അവൾക്ക് കഴിക്കാനുള്ള, ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം അടിച്ചു വാരി തുടച്ച് ഫുൾ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. പിന്നെ ടോട്ടലി ടയേർഡായി. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കലക്കിയിട്ട് ഒരു ഗ്ലാസ് കുട്ടിക്കും ഒരു ഗ്ലാസ് ചിക്കും കൂടെ ഇട്ടാണ് കലക്കിയത്. അപ്പോൾ അവളെന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ഗ്ലാസും അവളെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഒന്ന് അമ്മയ്ക്കാണ് അത് താഴെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു തരില്ല എന്ന്. എന്നിട്ട് 2 ഗ്ലാസും കൂടെ അവളുടെ അടുത്തേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് ഒന്ന് അവളെ നിന്ന് കുടിക്കുക, മറ്റേത് അപ്പുറത്തെ ഗ്ലാസ്സിൽ നിന്ന് എടുത്ത് കുടിക്കുക. അതാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവൾ നേരെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി അതേപോലെ തന്നെ ചായ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയാൻ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഓക്കേ.